ആണ് നമുക്ക് സകല സമ്പത്തും എന്ത് ചെയ്യുന്നു നിറഞ്ഞു വരും. അത് ദൈവീക ജ്ഞാനവും ദൈവീക വിവേകവും എല്ലാ മുറകളിലും ദൈവശക്തിയാണ്. നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുക, ഒന്ന് പ്രതിഷ്ഠിച്ചൊന്ന് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ദൈവത്തിന്റെ കരം ഈ ഭവനത്തമ്പേലുണ്ടാകണം. ഇതിന്റെ പണി ഏറ്റവും മനോഹരമായി തീർക്കുവാൻ. എല്ലാ പണിയൊന്നും തീർന്നിട്ടില്ല. അത് നമുക്കറിയാം ഒത്തിരി പണികൾ ഇനിയും ചുറ്റുപാടുകളും ഈ ഭവനത്തിലൊക്കെ ഇനിയും കുറേ എന്തുണ്ട് പണികളുണ്ട്. പക്ഷെ പെട്ടെന്ന് താമസിക്കുന്നത് കൊണ്ട് എന്ത് ചെയ്യാണ് ഇങ്ങനെ ഒരു ക്രമീകരണം ചെയ്തതാണ്. ഒരുമിച്ചൊന്നും പ്രാർത്ഥിക്കാം. നിങ്ങളുടെ കൈകൾ ഭിത്തികൾ നിങ്ങൾ ഇരിക്കുന്ന ഇടത്ത് തന്നെ നിങ്ങളുടെ കൈകൾ ഭിത്തികളിലൊന്ന് വെച്ചാൽ ഒരുമിച്ച് പ്രാർത്ഥിക്കണം. ഭവനം അനുഗ്രഹിക്കപ്പെടും. ഈ ഭവനം അനുഗ്രഹിക്കപ്പെടും. ഈ ഭവനം ദൈവിക പരിജ്ഞാനം കൊടുത്തു നാമത്തിൽ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഇതിന് പിന്നിൽ ഒത്തിരി അധ്വാനമുണ്ടെന്ന് ഞങ്ങൾ അറിയുന്നു. ഇതിന് പിന്നിൽ ഒത്തിരി നിലവിളിയുണ്ടെന്ന് ഞങ്ങൾ അറിയുന്നു. ഇതിന് പിന്നിൽ ഒത്തിരി കണ്ണുനീരുണ്ടെന്ന് ഞങ്ങൾ അറിയുന്നു. ഒന്നുമില്ലായ്മയിൽ നിന്ന് സകലത്തെ ഭവനത്തെ തൃക്കരങ്ങളിലേക്ക് ഞങ്ങൾ ഏൽപ്പിക്കുന്നു. നിന്റെ റൂമുകളിൽ ദൈവ സാന്നിധ്യം വെളിപ്പെടണമേ. നിനകത്ത് നന്മ ഒഴുകണമേ. നിനകത്ത് സമാധാനം ദുഃഖിച്ചിരിക്കുമ്പോൾ ദൈവിക സമാധാനം വരുന്നവർക്ക് ഈ ഭവനം ഒരു ആശ്വാസമായി. ദൈവം നാമമഹത്വത്തിന് വേണ്ടി പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അവിടുത്തെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് സമർപ്പിച്ച് അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ഭവനം ഈ ദേശത്തിന് അനുഗ്രഹമായി ചുറ്റുപാടുകൾക്ക് അനുഗ്രഹമായി ഭവനം ഒരു മാതൃകാ വിഷയമായി ഇവിടെ നിന്ന് ആരാധന ഉയർന്നു വരട്ടെ. നന്മകൾ ഉയർന്നു വരട്ടെ. ആശ്വാസം തന്നു വരട്ടെ. ചില കുടുംബങ്ങൾ ഇവിടേക്ക് വന്ന് പ്രാർത്ഥിച്ച് ബലപ്പെടുവാൻ ദൈവദാസന്മാർ ദൈവം അവസരം കൊടുക്കണം. സംഭവിക്കട്ടെ. ഞങ്ങൾ അംഗീകരിക്കുന്നു എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ബലപ്പെടുത്തുമാറാകട്ടെ. ശക്തിക്കായി ഞാൻ ദൈവത്തെ വാഴ്ത്തി സ്തുതിക്കുന്നു. ജീവിതത്തിൽ ഒരു ഭവനം ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ ഒരു കുടുംബത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുതയാണ് ഒരു ഭവനം ചമയ്ക്കുകയാണ്. നന്മ ഉണ്ടെന്ന് പറഞ്ഞ് ഭവനം പണിയാൻ എന്ത് ചെയ്തില്ല പറ്റത്തില്ല. നമുക്കറിയാം. ഇത് കാശുണ്ടെന്നും പറഞ്ഞ് ഭവനം പണിയാൻ എന്ത് ചെയ്തില്ല. അത് പാർക്കുവാനും എന്ത് ചെയ്തില്ല. ദൈവത്തിന്റെ കൃപ നമ്മുടെ ദൈവത്തിന്റെ ശക്തി നമ്മുടെ ദൈവത്തിന്റെ മഹത്വം നമ്മുടെ എത്രയോ പേർക്ക് ഭവനം ഇല്ലാതിരിക്കുന്നുവെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ട്. കടത്തിൻ്റെ കിടക്കുന്നത്, മറ്റും എന്താണ് വഴിയരികിൽ താമസിക്കുന്നവർ, ചുടലി കെട്ടി താമസിക്കുന്നവർ, എത്ര ആയിരങ്ങൾ നമ്മുടെ മുമ്പിലുണ്ടെന്നറിയാം. ഈ കുടുംബത്തിലൊരു ഭവനം ചമക്കാൻ ദൈവം കൃപ നൽകിയെന്ന് സകലവും ചമയ്ക്കുന്നത് ആരാണ്? ദൈവമാണ്. മനുഷ്യന്റെ കലങ്ങളല്ല, ദൈവത്തിന്റെ കലങ്ങളാണ്. യഹോവ വീട് പണിയാതിരുന്നാൽ പണിയുന്നവർ വൃഥാ അധ്വാനിക്കുന്നു. യഹോവ പട്ടണം കാക്കാതിരുന്നാൽ വൃഥാ ജാഗരിക്കുന്നു എന്ന് പറഞ്ഞാൽ, യഹോവ പണിയാതെ മനുഷ്യൻ പണിതാൽ അത് പൂർത്തീകരിക്കത്തില്ല. മനുഷ്യന്റെ പണികളൊക്കെ എന്ത് ചെയ്യും? ഇവിടെ വെന്തു പോകും, ഇവിടെ അലിഞ്ഞു പോകും.
യഹോവയുടെ പണി എന്നേക്കും ഇതെല്ലാം നിൽക്കുവാനായി. ദർവശരിയെങ്കിൽ 1 വർഷമായി ഇതിന്റെ പണികൾ തുടങ്ങിയിട്ട്. 1 വർഷമായി. ദേവദാസൻ നമ്മുടെ സഭയായിട്ട് ബന്ധപ്പെട്ടവരുടെ എനിക്ക് തോന്നുന്നു 7 മാസം കഴിഞ്ഞെന്ന്. ഹല്ലേലൂയ, സ്തോത്രം. അപ്പോൾ ഈ സമയം കൊണ്ട് നമ്മൾ ശക്തിയോടെ പലപ്പോഴും ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട്. പലപ്പോഴും ഇതിൻ്റെ പണികളൊക്കെ കണ്ട് ഇതിനു വേണ്ടി ശക്തമായി സഭയിലും പല ആവർത്തി പറഞ്ഞ് നമ്മൾ എന്ത് ചെയ്തു പ്രാർത്ഥിക്കുവാനായി ഇടയായിട്ടുണ്ട്. അതിൻ്റെ ഫലമായിട്ട് പണികളൊന്നും തീർന്നില്ലെങ്കിലും പെട്ടെന്ന് ഇവർ വാടകയ്ക്ക് താമസിച്ചിരുന്ന ആ ഭവനം എന്ത് ചെയ്യുന്നത് മാറണം. ഇപ്പോൾ തന്നെ 1 മാസം മുൻപ് തന്നെ അത് മുകളിൽ എന്ത് ചെയ്യും ആ ഭവനം വിട്ടിട്ട് മുകളിൽ വന്ന് താമസിക്കേണ്ട ഒരു അവസ്ഥ വന്നു. അത് കാരണം എന്തില്ല, അവിടെ തന്നെ ഇച്ചിരി പാചകങ്ങളൊക്കെ എന്ത് ചെയ്തു ആ സൈഡിൽ പുറത്തെ സൈഡിൽ തന്നെ ചെയ്ത് ഇവിടെ പാർക്കുവാനായിട്ട് ദൈവം സഹായിച്ചു. പിന്നീട് വീണ്ടും പണികളൊക്കെ ക്രമീകരിച്ച് ഇത്രയും പെട്ടെന്ന് ഈ കാര്യങ്ങൾ ഇങ്ങനെ ചെയ്യുവാൻ ദൈവം സഹായിച്ചു. ഇതിന് പിന്നിൽ ഒത്തിരി അധ്വാനമുണ്ട്, ഇതിന് പിന്നിൽ ഒത്തിരി സാമ്പത്തിക ചിലവുകളുണ്ട്, ഹല്ലേലൂയ, ഒത്തിരി ബാധ്യതകൾ ഇതിന് പിന്നിലുണ്ട്. പക്ഷേ ദൈവം എല്ലാം ദൈവങ്ങളുണ്ട്. ദൈവമാണ് പണിയുന്നതെങ്കിൽ നമ്മൾ പിന്നെ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇല്ല, ദൈവമാണ് തുടങ്ങുന്നതെങ്കിൽ, ദൈവമാണ് അതിൻ്റെ വിഷയങ്ങൾ ഹല്ലേലൂയ ചെയ്തതെങ്കിൽ, ദൈവമാണ് വഴികൾ ഒരുക്കുന്നതെങ്കിൽ നമ്മൾ ടെൻഷൻ അടിക്കേണ്ട. അതെല്ലാം എന്ത് ചെയ്യും 5, 6, 10 വർഷം കഴിഞ്ഞിട്ടും പണി തീരാതെ താമസിക്കാൻ പറ്റാതെ കിടക്കുന്ന ഭവനങ്ങളുണ്ട്. ഇത് 1 വർഷത്തിനുള്ളിൽ പണി എന്ത് ചെയ്യും ഇത്രത്തോളം ഇവിടെ പാർക്കുവാൻ ദൈവത്തിന്റെ കൃപയാണ്. അതുകൊണ്ട് നമ്മൾ ശക്തിയോടെ എന്ത് ചെയ്യും ദൈവത്തിനാണ് നമ്മൾ മഹത്വം കൊടുക്കേണ്ടത്. ഈ വാക്യം നിങ്ങളുടെ ശ്രദ്ധയ്ക്ക് വേണ്ടി ഞാൻ വായിക്കണം. ആവർത്തന പുസ്തകം 8-ാം അധ്യായം അതിൻ്റെ 11 മുതൽ താഴോട്ടുള്ള 18 വരെയുള്ള വാക്യം ശ്രദ്ധിച്ച് കുടുംബം കേട്ടോണം. ഭവനത്തിൽ താമസിക്കുന്ന എല്ലാവരും അത് കേട്ടോണം. എല്ലാവരും ഭവനം വെച്ച് താമസിക്കുന്ന എല്ലാവരും അത് തിരിച്ചറിയണം. വായിക്കണം. നീ മറക്കാതിരിക്കാനും ഞാൻ ഇന്ന് നിന്നോട് കൽപ്പിക്കുന്ന നിന്റെ കൽപ്പനകളും വിധികളും ചട്ടങ്ങളും അലക്ഷ്യമാക്കാതിരിക്കാനും നീ ഭക്ഷിച്ച് തൃപ്തി പ്രാപിച്ച് നല്ല വീടുകൾ പണിത് അവയെ പാർക്കുമ്പോഴും നിന്റെ ആടുപാടുകൾ പെരുകി നിനക്ക് വെള്ളിയും പൊന്നും ഏറി നിനക്കുള്ളതൊക്കെയും വർദ്ധിക്കുമ്പോഴും നിന്റെ ഹൃദയം നിഗളിക്കാതിരിക്കാനും നിന്നെ അടിമ വീടായ മിസ്രയീമിൽ നിന്ന് പുറപ്പെടുവിക്കുകയും അഗ്നിസർപ്പവും തേളും വെള്ളമില്ലാതെ വരൾച്ചയുമുള്ള വലിയതും ഭയങ്കരവുമായ മരുഭൂമിയിൽ കൂടി നിന്നെ കൊണ്ടുവരികയും തീക്കൽപ്പാറയിൽ നിന്ന് നിനക്ക് വെള്ളം പുറപ്പെടുവിക്കുകയും നിന്നെ താഴ്ത്തി പരീക്ഷിച്ച് പിൽക്കാലത്ത് നിനക്ക് നന്മ ചെയ്യേണ്ടതിന് മരുഭൂമിയിൽ നിന്റെ പിതാക്കന്മാർ അറിയാത്ത മഞ്ഞ കൊണ്ട് പോഷിപ്പിക്കുകയും ചെയ്ത നിന്റെ ദൈവമായ യഹോവയെ നീ മറന്ന് എന്റെ ശക്തിയും എന്റെ കൈയുടെ ബലവും ഈ സമ്പത്തുണ്ടാക്കിയെന്ന് നിന്റെ ഹൃദയത്തിൽ പറയാതിരിക്കാനും സൂക്ഷിച്ചുകൊള്ളണം. നിന്റെ ദൈവമായ യഹോവയെ നീ ഓർക്കണം. നിന്റെ പിതാക്കന്മാരോട് സത്യം ചെയ്ത തന്റെ നിയമം ഇന്നുള്ളതുപോലെ ഉറപ്പിക്കേണ്ടതിന് അവനല്ലോ നിനക്ക് സമ്പത്തുണ്ടാകുവാൻ ശക്തി തരുന്നത്. നിന്റെ ദൈവമായ യഹോവയെ നീ മറക്കുകയും അന്യ ദൈവങ്ങളെ പിന്തുടർന്ന് അവയെ സേവിച്ച് നമസ്കരിക്കുകയും ചെയ്താൽ നിങ്ങൾ നശിച്ചു പോകുമെന്ന് ഞാൻ ഇന്ന് നിങ്ങളോട് സാക്ഷീകരിക്കുന്നു. നിങ്ങളുടെ ദൈവമായ യഹോവയുടെ വാക്ക് നിങ്ങൾ കേൾക്കാതിരുന്നതുകൊണ്ട് യഹോവ നിങ്ങളുടെ മുമ്പിൽ നശിപ്പിക്കുന്ന ജാതികളെ പോലെ തന്നെ നിങ്ങളും നശിച്ചു പോകും. ശക്തിയോടെയാണ് ഇത് പറയുന്നത്. നമ്മൾ ഓർക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഉയർച്ചയും ദൈവവചനത്തിനകത്തുണ്ട്, അകർച്ചയും ദൈവവചനത്തിനകത്തുണ്ട്. നമ്മൾ തിരിച്ചറിയും. ഇതിന്റെ 10-ാം വാക്യത്തിൽ വായിക്കുന്നത് നീ ഭക്ഷിച്ച് തൃപ്തനാകുമ്പോൾ നിന്റെ ദൈവമായ യഹോവ നിനക്ക് തന്നിരിക്കുന്ന നല്ല ദേശത്തെ കുറിച്ച് എന്തോ ചെയ്യണം? സ്തോത്രം ചെയ്യണം. ഭവനം കിട്ടിയവരെല്ലാം സ്തോത്രം ചെയ്തേ. വസ്തുവുള്ളവരെല്ലാം സ്തോത്രം ചെയ്തേ. ആയിരങ്ങൾക്ക് ഭവനം എന്തില്ല? ഇല്ല. ആയിരങ്ങൾക്ക് ഭവനമില്ല. ചോർന്നൊലിക്കുന്ന ഭവനത്തിലാണ് താമസിക്കുന്നത്. അതുകൊണ്ട് നന്ദി നിറഞ്ഞ ഹൃദയത്തോട് സ്തോത്രം ചെയ്യും. ചെയ്ത സകല നന്മകൾക്കും ദൈവം ചെയ്ത സകല അനുഗ്രഹങ്ങൾക്കും നമ്മൾ ദൈവത്തിന് സ്തോത്രം ചെയ്യണം. നമ്മൾ ദൈവത്തിന് മഹത്വം കൊടുക്കണം. ദൈവത്തിന്റെ നാമം മാത്രം ഉയർന്നു വരണം. ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവം നമ്മളെ ഭവനത്തിൽ താമസിപ്പിക്കുന്ന ഏകായികളെ ദൈവം ചെയ്യുന്നു. ഭവനത്തിൽ വസിപ്പിക്കുമാറാക്കുന്ന ദൈവമാണ്. അതുറപ്പാണ്.
അതുകൊണ്ട് ദൈവം നമുക്ക് ഒരു ഭവനം നൽകിയിട്ടുണ്ടെങ്കിൽ ആ ഭവനത്തിൽ കയറുമ്പോഴും ഇറങ്ങുമ്പോഴും സ്തോത്രം ചെയ്ത് അത് ദൈവത്തെ മഹത്വപ്പെടുത്തി എനിക്കിത് നൽകിയതിനായി സ്തോത്രം. നമ്മുടെ കഴിവോ നമ്മുടെ പ്രാഗൽഭ്യം കൊണ്ടോ അല്ലെങ്കിൽ നമ്മുടെ ബുദ്ധി കൊണ്ടോ നമ്മുടെ പണത്തിന്റെ ഇതുകൊണ്ടോ നമ്മുടെ ഭക്തിയുടെ വിശുദ്ധിയുടെ കൂടുതൽ കൊണ്ടൊന്നും അല്ല. ദൈവം നമ്മോട് മനസ്സലിവ് കാണിച്ചിട്ട് ദേശത്തിന്റെ മുമ്പിൽ നമ്മൾ ലജ്ജിതരായി പോകാതിരിക്കേണ്ടതിന്, സമൂഹത്തിന്റെ മുമ്പിൽ നമ്മൾ നശിച്ചു പോകാതിരിക്കേണ്ടതിന്, ഹല്ലേലൂയ, ദൈവത്തെ സേവിച്ചിട്ട് ഇങ്ങനെയാണോ സംഭവിച്ചത് എന്ന് പറയാതിരിക്കേണ്ടതിന് ദൈവം നമുക്ക് നൽകുന്ന പ്രോത്സാഹന സമ്മാനങ്ങളൊക്കെ. അല്ലെങ്കിൽ ഈ ഭവനം ഇവിടെ എന്ത് ചെയ്യും? കർത്താവിന്റെ വരവും ഒക്കെ കഴിയുമ്പോഴത്തേക്ക് ഈ ഭവനം വിട്ടുപോയെങ്കിൽ ഇത് സ്ഥിരമായ ഭവനം അല്ല കേട്ടോ. ഇതൊരു താൽക്കാലിക ഭവനമാണ്, ഇത് സ്ഥിരമായ ഭവനമല്ല. സ്ഥിരമായി തൊന്ന് കർത്താവ് എന്ത് ചെയ്യുന്നുണ്ട്? പാർക്കുമ്പോൾ ചിന്തിച്ചോണം, കർത്താവ് ഉറപ്പുള്ള സ്ഥിരമായ എന്നേക്കും നിലനിൽക്കുന്ന നിത്യമായ ഒരു ഭവനം ഞങ്ങൾക്ക് സ്വർഗ്ഗത്തിൽ ഉള്ളത് കൊണ്ട് ഞങ്ങൾ ഭവനം ഇല്ലാത്തവർ ഇതിനകത്ത് കാണും. ഞാൻ നിങ്ങളോട് പറയുന്നു, അല്ല ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ നിങ്ങൾക്ക് അനുഗ്രഹിക്കപ്പെട്ട ഭവനങ്ങൾ ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ അതിനു മുമ്പ് നിങ്ങൾ ഇവിടെ വിട്ട് മടങ്ങിപ്പോയാൽ സ്വർഗ്ഗത്തിൽ നിങ്ങൾക്ക് വേണ്ടി കൈപ്പണിയാത്തൊരു ഭവനം, സ്വർഗ്ഗം നമുക്ക് വേണ്ടി അത് നമ്മുടെ പ്രത്യാശയായിരിക്കണം. ആ ഭവനത്തിലേക്ക് നമുക്ക് എന്ത് ചെയ്യണം? പ്രവേശിക്കണം. ആ ഭവനത്തിലേക്ക് നമുക്ക് പ്രവേശിക്കണം. അതുകൊണ്ട് ഈ ഭവനത്തിൽ താമസിച്ച് ഇവിടം കൊണ്ട് അവസാനിക്കാനല്ല, ആളുടെ പുതിയ പുതിയ ഭവനത്തിലേക്ക് ദൈവം നമ്മളെ പ്രവേശിക്കും. അപ്പോൾ ദൈവം നമുക്ക് നൽകിയ സകലത്തിന്, നല്ല ദേശത്തിന്, നല്ല ഭവനത്തിന്, നല്ല കുടുംബത്തിന്, നല്ല തലമുറകൾക്ക്, ആളുടെ നല്ല സഭയ്ക്ക്, എല്ലാത്തിനും വേണ്ടി ദൈവത്തിന് സ്തോത്രം ചെയ്യണം. ഹല്ലേലൂയ. 11-ാം വാക്യം അടുത്തത്, ദൈവമായ യഹോവയെ നീ മറക്കരുത്. അപ്പൊ സ്തോത്രം ചെയ്യുക മാത്രമല്ല, പിന്നെ എന്ത് ചെയ്ത് നന്മയൊക്കെ കിട്ടിക്കഴിയുമ്പോൾ പിന്നെ എന്തൊക്കെ പല ദൈവത്തെ അങ്ങനെ എന്ത് ചെയ്യുന്നു? മറക്കുന്നുണ്ട് കേട്ടോ. ദൈവത്തെ മറക്കുന്നുണ്ട്. നന്മയൊക്കെ കിട്ടിക്കഴിയുമ്പോൾ ഇനി എന്തിനാ പിന്നെ പ്രാർത്ഥനയ്ക്ക് പോകേണ്ട ആവശ്യമില്ല, പിന്നെ എന്ത് ചെയ്യണ്ട, പിന്നെ ആരാധന വേണ്ട, പിന്നെ എന്താണ് ഇഷ്ടം തോന്നിയതുപോലെയൊക്കെ എന്ത് ചെയ്യാം, പ്രവർത്തിക്കാം. ഇനി പിന്നെ പ്രാർത്ഥിച്ചതിലും കുഴപ്പമൊന്നും ഇല്ല. അങ്ങനെ ഒരു ചിന്ത നമ്മുടെ മൈൻഡിൽ എന്തെങ്കിലും ദൈവത്തെ മറക്കരുത്. മിസ്രയീമിനോട്, ഇസ്രായേൽ ജനത്തോട് ദൈവം പറയാം, മിസ്രയീമിൽ നിന്നും നിന്നെ പുറപ്പെടുവിച്ച് കൊണ്ടുവന്ന ദൈവത്തെ നീ എന്ത് ചെയ്യല്? ഒരു നാളും മറക്കരുത്. ഹല്ലേലൂയ. ദൈവം ചെയ്ത ഉപകാരങ്ങൾ മറക്കരുത്, ദൈവം ചെയ്ത നന്മകൾ മറക്കരുത്. സാക്ഷി പറഞ്ഞല്ലോ, മരണത്തിൽ നിന്ന് വരെ ദൈവം എന്ത് ചെയ്തു? അല്ലേ? ആപത്തുകളിൽ നിന്ന് ദൈവം വിടുവിച്ചു, മരണത്തിൽ നിന്ന് ദൈവം വിടുവിച്ചു. ദൈവത്തിന്റെ അത്ഭുതകരമാകുന്ന കലമാണ്, ദൈവത്തിന്റെ അത്ഭുതകരമായ പ്രവർത്തികളാണ് അതിലൂടെ നമുക്ക് വെളിപ്പെടുവാനായിട്ട്. ഇവിടെ നമുക്ക് ദൈവത്തോട് പറയാം, കർത്താവേ, നിന്റെ കൃപയ്ക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, നിന്റെ സാന്നിധ്യത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അല്ല, ഞാൻ ഒരിക്കലും ദൈവത്തെ മറന്ന് ഞാൻ ഉദ്ധരിക്കില്ല, ജീവിക്കില്ല. ഒരിക്കലും ദൈവത്തെ മറന്ന് ഞാൻ പോകില്ലെന്ന് നമുക്ക് ഒരുമിച്ച് പറയാനായിട്ട് ദൈവം കഴിയും. വീണ്ടും അതിന്റെ 12-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, നീ ഭക്ഷിച്ച് തൃപ്തി പ്രാപിച്ച് നല്ല വീടുകൾ പണിത് ഹൃദയം നിഗളിച്ചു പോകരുത്. ഒന്ന്, നീ ദൈവത്തിന് സ്തോത്രം ചെയ്യണം. ഒന്ന്, ദൈവത്തെ ഒരിക്കലും എന്ത് ചെയ്യല്? മറന്നുള്ള ജീവിതം പാടില്ല. 3, ദൈവത്തോട് എന്ത് ചെയ്യല്? ഹൃദയം നിഗളിച്ചു പോകരുത്. അകത്ത് കയറരുത്. പിന്നെ നിങ്ങളും അകത്ത് കയറിയ കുടുംബത്തിന്റെ അകത്ത് സമാധാനം എന്ത് ചെയ്യും? നഷ്ടമാവും. അതാ പ്രശ്നം, അല്ല വേറെ വിഷയം. ദൈവത്തിന് നന്ദി അർപ്പിച്ചില്ലെങ്കിൽ, ദൈവത്തെ മറന്നുപോയാൽ, ദൈവം ചെയ്ത നന്മകളും അനുഗ്രഹങ്ങളൊക്കെ വർദ്ധിക്കുമ്പോൾ ഹൃദയത്തിനകത്ത് എന്ത് ചെയ്യും? നിഗളം കയറിയാൽ പിന്നെ ഈ കുടുംബത്തിൽ എന്ത് ചെയ്യുന്നില്ല? സമാധാനം. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? എനിക്കറിയാം, പല വ്യക്തികൾ പല ഭവനങ്ങളിലും ഇങ്ങനെയുള്ള പ്രത്യേക ഫംഗ്ഷനുകളിൽ ചില ആപത്തുകൾ എന്ത് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇടയ്ക്ക് നിങ്ങൾ കേട്ട് കാണും. എനിക്കറിയാം,
ഞാൻ മുമ്പ് ശുശ്രൂഷിച്ച ഒരിടത്ത് ഭയങ്കര രീതിയിൽ എന്ത് ചെയ്തു, നല്ല അടിപൊളി വീട് വെച്ചു. ഇത് ഹിന്ദു ഫാമിലിയാണ്. വീട് വെച്ചു. ആ പ്രതിഷ്ഠയ്ക്ക് അന്ന് അവർ ആ കുടുംബം വേറൊരു അവരുടെ റിലേഷൻ്റെ കൂടെ യാത്ര ചെയ്തപ്പോൾ ആ വാഹനം എന്ത് ചെയ്യും, എങ്ങനെയോ മറിഞ്ഞ് ഒരു കുളത്തിൽ വീണു. ആ കുടുംബത്തിൻ്റെ കുട്ടി എന്ത് ചെയ്യും, ആ പ്രതിഷ്ഠിച്ച ആ കുടുംബത്തിലെ 8 വയസ്സുള്ള കുട്ടി മരണപ്പെട്ടു. മറ്റുള്ളവർ രക്ഷപ്പെട്ടു. ചിന്തിച്ചു നോക്കണം. നല്ല ഒരു സന്തോഷത്തിൻ്റെ ദിനം അതെന്തായി മാറി, ദുഃഖദിനമായിട്ട് മാറി. അതിൻ്റെ അടക്കത്തിന് ഞാൻ എന്ത് ചെയ്തു, പോയി. ഞങ്ങളുടെ അടുത്ത ചർച്ചിന് അടുത്തായതുകൊണ്ട് അതിൻ്റെ അടക്കത്തിന് എന്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ വേദന കൊണ്ട്. നിങ്ങൾ ചിന്തിച്ചു നോക്കണമേ, സന്തോഷഭവനമാണ്, പക്ഷെ നിമിഷ നേരം കൊണ്ട് അതെന്ത് ചെയ്തു, തിരിച്ചറിഞ്ഞോണം. ഇതെല്ലാം ദൈവത്തിന്റെ കയ്യിലാണ്. പണിഞ്ഞെങ്കിലേ പണി പൂർത്തിയാവുള്ളൂ. ദൈവം പണിഞ്ഞെങ്കിലേ പണി പൂർത്തിയാവുള്ളൂ. മനുഷ്യൻ പണിയല്ലേ, മനുഷ്യന്റെ ബുദ്ധി കൊണ്ട് പണിയാൻ നോക്കിയാൽ പണി പൂർത്തീകരിക്കത്തില്ല. മനുഷ്യന്റെ ജ്ഞാനം കൊണ്ട് പണിയാൻ നോക്കിയാൽ പണി പൂർത്തീകരിക്കത്തില്ല. ഹല്ലേലൂയ, സ്തോത്രം. പക്ഷെ ദൈവം പണിതാൽ അതിന്റെ പണി പൂർത്തീകരിക്കും. അതിന്റെ അകത്ത് സന്തോഷവും ഉല്ലാസവും ആനന്ദവും ഉണ്ടാകും. പിന്നെ നോക്കിയേ, താഴോട്ട് വീണ്ടും വരുമ്പോൾ നിന്റെ ഹൃദയം എന്ത് ചെയ്യല്, നിഗളിച്ചു പോകരുത്. നിന്നെ അടുത്തായി 14-ാം വാക്യം. നിന്റെ ഹൃദയം നിഗളിക്കാതിരിക്കാനും നിന്നെ അടിമവീടായ മിസ്രയീമിൽ നിന്ന് പുറപ്പെടുവിക്കുകയും അഗ്നിസർപ്പവും തേളും വെള്ളമില്ലാതെ വരൾച്ചയുമുള്ള വലിയതും ഭയങ്കരമായ മരുഭൂമിയിൽ കൂടി നിന്നെ കൊണ്ടുവരികയും ഈക്കൽ പാറയിൽ നിനക്ക് വെള്ളം പുറപ്പെടുവിക്കുകയും നിന്നെ താഴ്ത്തി പരീക്ഷിച്ച് എന്തോ ചെയ്യും, ചില സമയത്തൊക്കെ ദൈവം എന്തെങ്കിലും താഴ്ത്തും. എന്തിനു വേണ്ടിയാ? പരീക്ഷിക്കാൻ. നമ്മുടെ വിശ്വാസം നിലനിൽക്കുമോ? നമ്മുടെ പ്രാർത്ഥന നിലനിൽക്കുമോ? നമ്മുടെ വിശ്വാസം നിലനിൽക്കുമോ എന്ന് ദൈവത്തിന് എന്ത് ചെയ്യണം, അറിയണം. അതിന് നമ്മെ എന്ത് ചെയ്യും, പല കഷ്ടങ്ങൾ വച്ചിട്ട് നമ്മെ താഴ്ത്തും. താഴ്ത്തി പരീക്ഷിച്ച് പിൽക്കാലത്ത് നന്മ ചെയ്യേണ്ടതിന്. കണ്ടോ? അപ്പൊ ചില സമയങ്ങളിൽ താഴ്ച ഉണ്ടാകും, പക്ഷെ പിൽക്കാലത്തിൽ ഒരു നന്മയുണ്ട്. താഴ്ചയുണ്ടെങ്കിൽ ഒരു ഉയർച്ച ഉള്ളതുപോലെ ഒരു നന്മ ദൈവം നമുക്ക് ഒരുക്കിയിട്ടുണ്ട്. പിൽക്കാലത്ത് നിന്നെ പരീക്ഷിച്ച് പിന്നത്തെ നിനക്ക് നന്മ ഉണ്ടാകേണ്ടതിന് മഞ്ഞ കൊണ്ട് പോഷിപ്പിക്കുകയും മറന്ന് എന്റെ ശക്തിയും എന്റെ കൈയുടെ ബലവും ഇതുണ്ടാക്കിയെന്ന് സൂക്ഷിച്ചോണം കേട്ടോ. ഇതെന്റെ കഴിവാ, എന്റെ ബുദ്ധിയാ, എന്റെ പ്ലാനാ. നമ്മുടെ പ്ലാനൊന്നും അല്ലല്ലോ, നമ്മുടെ പ്ലാനാണെങ്കിൽ എന്താ എന്റെ ചെയ്തല്ലോ. ദൈവത്തിന്റെ പ്ലാനായതുകൊണ്ടാണ് ദൈവം നമ്മൾ എന്ത് ചെയ്തു. വിശ്വസിക്കാൻ കർത്താവ് ദൈവത്തിന്റെ പരിപാടിയാണ്. ഒരിക്കലും ഇവിടെ ഞാൻ പറഞ്ഞ ഒരു കാര്യം ഞാൻ ഓർക്കുന്നു. ആൾറെഡി ഒന്നുകൂടെ ഞാൻ ഈ സമയത്ത് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. നമുക്ക് പൈസ ഉണ്ടെങ്കിൽ ഇതിലും വലിയ വീട് എന്ത് ചെയ്യാം, പക്ഷെ നല്ലൊരു ഭവനം പണിയാൻ എന്ത് ചെയ്തില്ല, പൈസയും കൊണ്ട് പറ്റത്തില്ല. പൈസ ഉണ്ടെങ്കിൽ നല്ല കട്ടില് നമുക്ക് എന്ത് ചെയ്യാം, മെത്ത മേടിച്ച് ഇങ്ങനെ എന്തെങ്കിലും ഇലക്ട്രിക്കൽ ബെഡൊക്കെ ഉണ്ടല്ലോ, മേടിച്ച് ഇങ്ങനെ എന്ത് ചെയ്യാം. പക്ഷെ ഉറക്കം മേടിക്കാൻ കേട്ടോ. ഉറക്കം ഏറ്റവും കൂടുതൽ ആളുകൾ കഴിക്കുന്ന ഒരു ഗുളികയുണ്ട്. എന്താണെന്നറിയാമോ? കഴിച്ച് 2 കഴിച്ചിട്ട് ഉറങ്ങുന്നില്ല, 3 കഴിച്ചിട്ട് ഉറങ്ങുന്നില്ല. ഹല്ലേലൂയ, സ്തോത്രം. കാരണം എന്താ? തമ്പുരാനെ ഉറക്കം കിടക്കുന്നില്ല. ഏത് കൂടിയ ബെഡിൽ കിടന്നാലും തമ്പുരാൻ ഉറക്കം കൊടുക്കാതെ ഉറങ്ങാൻ പറ്റത്തില്ല. ഒരു രാത്രിയെങ്കിലും ചിലപ്പോൾ തിരിഞ്ഞും മറിഞ്ഞും കിടന്ന് കർത്താവേ ഒന്ന് ഉറങ്ങിയിരുന്നെങ്കിൽ എന്ന് ചിന്തിച്ചിട്ടില്ല നമ്മൾ. ഒരു രാത്രി ഒരു നിമിഷം ഒന്ന് ചിന്തിച്ചിട്ടില്ലേ? ഒന്ന് ഉറങ്ങിയിരുന്നെങ്കിൽ. ഉറങ്ങാൻ കഴിഞ്ഞില്ലല്ലോ. രാവിലെ എഴുന്നേൽക്കുമ്പോൾ അതിന്റെ ഒരു വല്ലാത്ത ബുദ്ധിമുട്ടിലൂടെയല്ല നമ്മൾ എഴുന്നേൽക്കുന്നത്. അത് ചിന്തിച്ചു നോക്കിയേ. മറന്നു പറയുന്നത് പൈസ ഉണ്ടെങ്കിൽ ഇവിടെയൊക്കെ ഭയങ്കരമായിട്ട് അലങ്കരിക്കാം, പക്ഷേ സമാധാനം മേടിക്കാൻ കിട്ടത്തില്ല, സന്തോഷം മേടിക്കാൻ കിട്ടത്തില്ല, ഉറക്കം മേടിക്കാൻ കിട്ടത്തില്ല. ഹല്ലേലൂയ, സ്തോത്രം. നല്ല ഭവനം പണിയാൻ പറ്റില്ല. അത്
ധനത്തിനും അപ്പുറമാണ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ ദാനമാണ്, ഇത് ദൈവത്തിന്റെ അനുഗ്രഹമാണ്. ഈ അനുഗ്രഹം ഈ കുടുംബത്തിൻ്റെ ഉണ്ടാകട്ടെ എന്ന് ആത്മാവിൽ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. ദൈവത്തിന്റെ കൃപ, ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ നമ്മുടെ മേലുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ വാക്കുകളെ ഞാൻ എന്ത് ചെയ്യാണ്, നിർത്തുകയാണ്. ഹല്ലേലൂയ. നമുക്ക് ദൈവത്തോട് ശക്തമായി പറയുവാൻ, പ്രാർത്ഥിക്കുവാൻ ദൈവം നമുക്ക് കൃപകളും ശക്തിയും നൽകട്ടെ. ഇതിൻ്റെ പേരും ഞാൻ പറഞ്ഞില്ല, മുൻകൂട്ടി ആരോടും പറഞ്ഞില്ല. ആശംസയായിട്ട് പറയാൻ വേണ്ടി കമ്മിറ്റിയിൽ നിന്ന് ഒരാൾ അച്ഛനുണ്ട്. എന്ത് ആശംസയായിട്ട്